ഹായ് ഡിയേഴ്സ്, ഇന്ന് നമുക്ക് മിക്ക മെയിൻ കോഴ്സ് ഡിഷുകളുടെ കൂടെയും യൂസ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെജിറ്റബിൾ കുറുമ ട്രൈ ചെയ്ത് നോക്കിയാലോ. അപ്പം, പൊറോട്ട, ഇടിയപ്പം അങ്ങനെ എല്ലാത്തിൻ്റെ കൂടെയും നമുക്ക് നല്ല രുചികരമായി സെർവ് ചെയ്യാൻ പറ്റുന്ന വെജിറ്റബിൾ കുറുമ. അതിനായിട്ട് ഞാൻ എടുത്തിരിക്കുന്നത് ബീൻസ്, ക്യാരറ്റ്, സവാള, ഉരുളക്കിഴങ്ങ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ കോളിഫ്ലവർ ഒക്കെ ഉപയോഗിക്കാം. അപ്പം ഞാൻ ഇത്രയുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അടുത്തതായിട്ട് വേണ്ടത് കാഷ്യൂനട്ടാണ്, കുതിർത്ത കാഷ്യൂനട്ടാണ്. അപ്പം ഞാനിവിടെ എടുത്തിരിക്കുന്നത് 10 അല്ലെങ്കിൽ 11 കാഷ്യൂനട്ട്സ് ആണ് എടുത്തിരിക്കുന്നത് ഇത്രയും വെജിറ്റബിൾസിന് വേണ്ടി. ഇനി നമുക്ക് ഒരു പാൻ അടുപ്പത്തേക്ക് വെച്ചിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ അളവിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. ഒരുപാട് എണ്ണയൊന്നും വേണ്ട കുറുമ കറിക്ക്. വെളിച്ചെണ്ണ നന്നായി ചൂടായതിന് ശേഷം നമുക്ക് 1 ടീസ്പൂൺ അളവിൽ പെരിഞ്ജീരകം ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ചെറുതായി അരിഞ്ഞ വെളുത്തുള്ളി, ഒന്നുകിൽ നിങ്ങൾക്ക് ചതച്ച് ഉപയോഗിക്കാം, പക്ഷെ കുറുമയ്ക്ക് ചെറുതായിട്ട് അരിയുന്നതാണ് നല്ലത്. പെരിഞ്ജീരകത്തിൻ്റെയും വെളുത്തുള്ളിയുടെയും പച്ചമണമൊക്കെ മാറിയതിന് ശേഷം നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ഇട്ട് കൊടുത്ത് നല്ലതുപോലെ വഴറ്റാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കേരള സ്റ്റൈൽ കുറുമ ആയതുകൊണ്ട് കറിവേപ്പില നല്ലൊരു ഫ്ലേവർ തരും. നമ്മുടെ സവാള പാകത്തിനായിട്ടുണ്ട്. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചക്കറി ഇനി ഒരുമിച്ച് ഇട്ട് കൊടുത്താൽ മതി. നല്ലതുപോലെ ഇളക്കി, ഉപ്പ് ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് ഇച്ചിരി കൂടെ ഉപ്പ് ഈ സമയത്ത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് എരിവിന് ആവശ്യമായിട്ടുള്ള പച്ചമുളക് എടുക്കാം. ഞാൻ 2 പച്ചമുളകാണ് എടുത്തിരിക്കുന്നത്. ഞാൻ കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. ഒരു 2 മിനിറ്റ് നന്നായിട്ടൊന്ന് ഇളക്കിയതിന് ശേഷം നമുക്ക് മസാല ചേർത്ത് കൊടുക്കാം. കുറുമയ്ക്കൊക്കെ ഒരുപാട് മസാലയുടെ കുത്ത് വരാൻ പാടില്ല. ആദ്യമായിട്ട് ഇട്ട് കൊടുത്തത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി. ഇനി നമുക്ക് വേണ്ടത് ഒരു 1/2 ടീസ്പൂൺ അളവിൽ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ അളവിൽ ഗരം മസാല. അത് വീട്ടിൽ പൊടിക്കുന്ന മസാലയാണെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. ഇനി ഇത് നമുക്ക് നന്നായിട്ട് ഇളക്കി മസാല പൊടികളുടെ എല്ലാം പച്ചമണം മാറുന്നിടം വരെ നന്നായിട്ട് വഴറ്റി കൊടുക്കണം. ഈ സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് കുരുമുളക് പൊടി ചേർക്കാം, പക്ഷെ ഞാൻ കുറുമയുടെ അവസാനമാണ് കുരുമുളക് പൊടി ചേർക്കുക. നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്ക് ഈ സമയത്ത് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 2-3 മിനിറ്റ് നേരം നന്നായിട്ട് വെജിറ്റബിൾസ് എല്ലാം മിക്സ് ചെയ്ത് വഴറ്റി മസാലയുടെ പച്ചമണമൊക്കെ മാറുന്നിടം വരെ വഴറ്റിയതിന് ശേഷം നമുക്ക് നമ്മുടെ പച്ചക്കറി വേവാൻ ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പം ഞാൻ നല്ലതുപോലെ തിളപ്പിച്ച വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത്രയും വെള്ളം മതിയാകും. ഇനി നമുക്ക് ഇതൊരു 5-6 മിനിറ്റ് നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. അത്രയും സമയം മതിയാവും. അപ്പോഴത്തേനും നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. വെജിറ്റബിൾസ് അവിടെ ഇരുന്ന് വേവട്ടെ. ഈ സമയം കൊണ്ട് നമുക്കൊരു 1/4 കപ്പ് അളവിൽ തേങ്ങ എടുത്ത് നമ്മൾ കുതിർത്ത് വെച്ചിരിക്കുന്ന കാഷ്യൂവും ചേർത്ത് അരച്ചെടുക്കണം. അരയ്ക്കുമ്പോൾ നല്ല പേസ്റ്റായിട്ട് തന്നെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കണം. ഇതാ നമ്മുടെ വെജിറ്റബിൾസ് ഒക്കെ അപ്പോൾ നന്നായിട്ട് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ഇപ്പോൾ പേസ്റ്റായിട്ട് അരച്ച് വെച്ചിരിക്കുന്ന തേങ്ങയും കാഷ്യൂവും കൂടെ ചേർത്ത് കൊടുക്കാം. നമ്മൾ അരപ്പ് ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇത്തിരി കൂടെ ഗ്രേവി ആവശ്യമായിട്ടുണ്ട്. സോ അതിനായിട്ട് ഞാൻ മിക്സിയുടെ ജാർ തന്നെ കഴുകി ആ വെള്ളം ഒഴിക്കുകയാണ്. ഒരു 1/2 കപ്പ് മുതൽ 3/4 കപ്പുകളുടെ അളവിൽ വെള്ളം വീണ്ടും ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കുറുമയാണ്, തേങ്ങ കാഷ്യൂ എല്ലാം കൂടെ അരച്ചതായതുകൊണ്ട് ഇത് ഇരിക്കും തോറും കുറച്ചുകൂടെ കുറുകും. അപ്പം ഇത്തിരി ലൂസായിട്ടിരുന്നാലും കുഴപ്പമില്ല. ചൂടായിട്ടിരിക്കുമ്പോൾ തണുത്ത് കഴിയുമ്പോൾ അത് പാകത്തിന് കുറുകിയിരുന്നോളൂ. നിങ്ങളുടെ ആവശ്യത്തിനുള്ള ഗ്രേവി നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഒരുപാട് നേരം തിളയ്ക്കൊന്നും വേണ്ട, ഒന്ന് ചെറുതായിട്ട് തിളച്ച് കിട്ടിയാൽ മതി. ഒരുപാട് വെട്ടി തിളയ്ക്കാതെ നോക്കണം.
ചെറുതായിട്ട് തിളപ്പിക്കുക. ഒന്ന് ഇടയ്ക്കിടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറുതായിട്ട് തിളപ്പിച്ചതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ചെറുതായിട്ട് വന്നു തുടങ്ങിയിട്ടുണ്ട്. ഞാൻ ഈ സമയത്താണ് 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കുന്നത്. അത് നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഞാൻ വേറെ എരിവിനൊന്നും ചേർത്തിട്ടില്ല. 2 പച്ചമുളക് മാത്രമേ ചേർത്തിട്ടുണ്ടായിരുന്നുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ 1 ടീസ്പൂൺ അളവിൽ കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ അളവിൽ മസാല പൊടിച്ചതാണ്. കുറച്ചുകൂടെ ഫ്ലേവർ ഒന്ന് മുന്നിലോട്ട് വരാനും വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഒരിത്തിരി ആഡ് ചെയ്യണത്. നിങ്ങൾക്ക് വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി. ടേസ്റ്റ് ചെയ്തിട്ട് നിങ്ങളുടെ പാകത്തിനുള്ള മസാല ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ വീണ്ടും ആഡ് ചെയ്യണമെന്നില്ല. ചെറുതായിട്ട് തിള വന്നു തുടങ്ങി. ഇനി നമുക്ക് മല്ലിയില വിതറി സെർവ് ചെയ്യാം. മല്ലിയില ഓപ്ഷണലാണ്, വേണമെങ്കിൽ അതും ചേർത്താൽ മതി. പക്ഷെ മല്ലിയില ഇട്ടിട്ടുണ്ടെങ്കിൽ സ്റ്റൂവിനൊരു പ്രത്യേക ഫ്ലേവർ വരും. സോ മല്ലിയിലയും കൂടെ ഇട്ട് നമുക്ക് സെർവ് ചെയ്യാം. അപ്പോൾ നമ്മുടെ ലൈറ്റ് ഗ്രീൻ ക്രീം കളറിൽ നമ്മുടെ സ്റ്റൂ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റിയാണ്. ഇൻ കേസ് ഇരുന്ന് നിങ്ങൾക്ക് കുറുകി എന്ന് തോന്നുവാണെങ്കിൽ കുറച്ചുകൂടെ ചൂടുവെള്ളം ഒഴിച്ച് ഒന്ന് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുത്താൽ മാത്രം മതി. നല്ല കുറുകിയ സ്റ്റൂ നമുക്കിവിടെ റെഡിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്തതിന് ശേഷം എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ.